MSF സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി കെ നവാസ്, MSFന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയാണെന്നാണ് ശിവപ്രസാദ് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ചക്കാലമായി കേരളത്തിൽ SFI നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം ഇതുതന്നെയാണ്. എന്താണ് അതിന് പ്രത്യേകിച്ച് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സംഭവിച്ചതെന്ന് മാധ്യമപ്രവർത്തകർ നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷ കടമെടുക്കേണ്ട കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു വ്യത്യസ്തമായ സംഘടനയാണ്. അവർക്ക് അവരുടേതായ സംഘടനാ രൂപവും സംഘടനാ ഭാഷയൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 10-78 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതിന്റെ വിദ്യാർത്ഥി സംഘടനയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഭാഷയും ഞങ്ങളുടേതായ ശൈലിയൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രശ്നം ഇതൊന്നും അല്ലെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ്. അവിടെ 45 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ മുഴുവൻ പാനലും 100-അധികം വോട്ടിന്റെ വ്യത്യാസത്തിൽ ജയിച്ചു വന്നു. പിന്നീട് സംഭവിച്ചത് എന്താണ്? CPMന്റെ SFIയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ 25 വർഷമായി മറ്റൊരാളും ജയിച്ചു കയറാത്ത ആ യൂണിവേഴ്സിറ്റിക്കകത്ത് 26-ാമത്തെ കൊല്ലം 3 ജില്ലാ എക്സിക്യൂട്ടീവിൽ 2 പോസ്റ്റും ഞങ്ങൾ ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് നടന്നത് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൊതുവെ നിങ്ങൾക്കറിയാം ഒരു ഇടത് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഈ വർഷം പതിവിന് വിപരീതമായി MSFന്റെയും KSUവിന്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി. അപ്പോൾ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ വിരളി പൂണ്ട് അതിന് നിങ്ങൾ പ്രൈവറ്റ് UUCമാരെ വിലക്ക് വാങ്ങുന്നു എന്നാണ് ശിവപ്രസാദിന്റെ ആരോപണം. അല്ല, ശിവപ്രസാദിനെ ആരോപിക്കാം. അതൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതാണ്. ഒരു സമയമുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കാസർഗോഡ് ജില്ല 6 ഗവൺമെന്റ് കോളേജാണ്. അതിൽ 3 ഗവൺമെന്റ് കോളേജ് ഞങ്ങളാണ് ഭരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. 2000 കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജാണ്. അവിടുത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഞങ്ങളാണ് ഭരിക്കുന്നത്. നിങ്ങൾ വയനാട്ടിലേക്ക് വന്നാൽ 2 ഗവൺമെന്റ് കോളേജാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജാണ് ഞങ്ങളാണ് ഭരിക്കുന്നത്. മലപ്പുറത്തേക്ക് വന്നാൽ 11-ൽ 7 ഗവൺമെന്റ് കോളേജ് ഞങ്ങളാണ് ഭരിക്കുന്നത്. കോഴിക്കോട്ടേക്ക് വന്നാൽ 10-ൽ 5 ഗവൺമെന്റ് കോളേജ് ഞങ്ങളാണ് ഭരിക്കുന്നത്. ഏത് കണക്കാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ